ഗുഡ് മോർണിംഗ്. അപ്പോൾ അന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പണിക്കാരെ നോക്കി പോയിട്ട് കിട്ടിയില്ലായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് രണ്ടുപേര് സെറ്റായിട്ടുണ്ട്. നമ്മുടെ പണികൾ തുടങ്ങാണ്. ഇപ്പോൾ ഇവിടെ ആയിരുന്നു തന്നെ ഫ്രണ്ട് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ടുട്ടു ഇവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഈ സൈഡും ആ സൈഡുമാണ് ഫസ്റ്റ് ക്ലീനിങ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കിടക്കാൻ. വീടിന്റെ പിന്നിലേ നമ്മൾ ഇവിടെ താമസം മാറി ആ സമയത്ത് ക്ലീൻ ചെയ്തതാണ്. പിന്നെ വീടിന്റെ പിന്ന് ക്ലീൻ ആക്കി ഉണ്ടായില്ല. അപ്പോൾ അത് അവിടെ വേറെ രണ്ടുപേര് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തൊരാൾ ക്ലീൻ ചെയ്യുന്നുണ്ട്, ഇപ്പുറത്തൊരാൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇനി സെറ്റാക്കണം. ഇവിടെ ആകെ മൊത്തം ഈ ഇലകളും മുകളിലുള്ള സാധനങ്ങളൊക്കെ വന്ന് വീണ് ഇവിടെ ആകെ കച്ചറമയാണ്. അപ്പം ഇതാണ് ഈ സൈഡ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടൊന്നുകൂടെ പറ്റിയാവുന്ന നിരപ്പാക്കണമെന്നുണ്ട്. ആകെ പൊന്തിയും താന്നൊക്കെ നിൽക്കണേ. ഇപ്പം സമയം കുറച്ച് കഴിഞ്ഞു കേട്ടോ. അതായത് നമ്മൾ നേരത്തെ വീഡിയോ എടുക്കുമ്പോൾ രാവിലെ 8 മണിക്കാണ് എടുത്തിരുന്നത്. ഇപ്പം സമയം 2 മണിയായി ഉച്ചയ്ക്ക്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചില്ല. ഉച്ചക്കാലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചേട്ടന്മാർ ഫ്രണ്ടിലത്തെ പുല്ല് പറക്കലൊക്കെ കഴിഞ്ഞു. അതായത് ഇവിടുത്തെ ഫുൾ മറ്റേ വലിയ പുല്ലുകളൊക്കെ പറിച്ചു കഴിഞ്ഞു. നമ്മുടെ മിഷ്യൻ കൊണ്ടൊന്ന് ഇവിടെ ഓടിക്കണം. നമ്മുടെ നോർമൽ പുല്ലിനെ നമുക്ക് വെട്ടാനായിട്ട് ഇപ്പുറത്തെ സൈഡിലും ആ കാട് പിടിച്ച് കിടന്ന പുല്ലൊക്കെ അവരിത് ക്ലീനാക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, അടിപൊളിയാക്കി. അപ്പം ഇനി ബാക്കി വീടിൻ്റെ ബാക്കിലും മുകളിലുമാണ് ഇനി ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ അത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ അവിടുത്തെ ഫാം ഹൗസിൻ്റെ അവിടെ ഫ്രണ്ടിൽ കുറച്ചുകൂടി പുല്ല് പറിക്കാനുണ്ട്. ഒരാൾ അങ്ങോട്ട് കൊണ്ടുപോകണം. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട സ്ഥലമല്ല, ആകെ മാറി. ഇവിടെയൊക്കെ നമ്മൾ ഫുൾ ക്ലീനാക്കി. ഇനി കുറച്ച് ചവറ് കത്തിക്കാനുണ്ട്. ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ വീടിൻ്റെ മുകളിലേക്ക് വന്നേക്കാണ് ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട്. ഇവിടെ അന്ന് നമ്മൾ പെരുന്നാളിൻ്റെ സമയത്ത് മാൽവെളുപ്പ് ഇടാൻ പോകണം. അന്ന് ഇവിടെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തായിരുന്നു. അതൊക്കെ വീണ്ടും ഇവിടെ അടുത്ത് ഈ തേക്ക് മരങ്ങളുള്ള കാരണേ ചവറ് ഇങ്ങനെ വീണ് നിറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടെയും കൂടി ഒന്ന് അടിച്ച് ക്ലിയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ചേട്ടന്മാർ വരുന്നുണ്ട്. ഈ മാവുമേത്തെ മാങ്ങ ഇത്രയും അടുത്ത് ഇനി കാണാൻ പറ്റില്ല. ഇതാണ് ഇതുമേത്തെ മാങ്ങ കേട്ടോ. ഉണ്ടായി കിടക്കുന്നതൊക്കെ ഇതാണിത്. ഷീറ്റിൻ്റെ മുകളിലൊക്കെ ഉണ്ട്. ഇവിടുന്ന് കാണിച്ചു തരാം, സൂപ്പറായിട്ട് കാണാം. ദേ വലിയ മാങ്ങ അവിടെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തിക്കണ്ണി കയറിയിട്ടുണ്ട്. ഇത് കണ്ടോ അതിൻ്റെ ഇടയിൽ? നിങ്ങളുടെ നാട്ടിൽ എന്തിട്ട് പറയാമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇത്തിക്കണ്ണി എന്ന് പറയാം. ഇതാ സാധനം. അത് കയറിയ മാവ് നശിച്ചു എന്ന് പറയാം. കാരണം അതിനെ പറിച്ച് എന്തോരം കളഞ്ഞാൽ അത് പൂല വീണ്ടും വന്നുകൊണ്ടിരിക്കും. പക്ഷെ എങ്ങനെയാലും അത് പറിച്ച് കളയണം. 2 മാവുമ്പേയും കയറിയിട്ടുണ്ട്. പക്ഷെ മാങ്ങേനെ ഇതാണ് അടുത്ത് കാണാൻ പറ്റിയ മാർഗം. ഇതൊരെണ്ണം പൊട്ടിച്ച് നമുക്ക് നോക്കാം. ഓ, ഇത് പുഴുവാണോ? സൈഡിലെന്തോ ആയി. ആവാത്തത് ഇവിടെ ഉണ്ട്. കഴുകണമൊന്നുമില്ല കേട്ടോ, എറിഞ്ഞു പൊട്ടിക്കാം. നല്ല പച്ച മാങ്ങ. സൂപ്പർ ടേസ്റ്റ്. അതുണ്ടോ സ്റ്റീവ്? മോളില് സ്റ്റീവ് മോളിലപ്പാ. ഹലോ. മണ്ണിലിരുന്ന് കളിച്ചോണ്ടിരിക്കുക. മാങ്ങ ഭയങ്കര പുളിയുണ്ടോ? നല്ല പുളിയുണ്ട്. മഴയ്ക്ക് കാര്യം ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു. മഴ പെയ്യണേക്കാവുമ്പോൾ ഇത് ക്ലീൻ ചെയ്തില്ലെങ്കിലേ ഇവിടുത്തെ വെള്ളമൊക്കെ എൻ്റെ മുകളിൽ കെട്ടി എന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അടിയിലേക്ക് ലീക്കും കാര്യങ്ങളൊക്കെ വന്നു കൊടുക്കും. അവിടെ ഞങ്ങളുടെ വീട്ടിൽ ലീക്കൊക്കെ വരാനുള്ള മെയിൻ കാരണം അതൊക്കെ തന്നെയാണ്. അപ്പച്ചൻ നല്ല ആരോഗ്യമുള്ള സമയത്ത് അപ്പച്ചൻ ഒരു 2-3 ദിവസം കൂടുന്നൊക്കെ മുകളിൽ കയറി അപ്പച്ചൻ തന്നെ അടിച്ച് ക്ലീനാക്കിയൊക്കെ ഇട്ട് പോരാറുണ്ട്. എന്നുവെച്ചാൽ ഒരു ചവറ് പോലെ മുകളിൽ ഉണ്ടാവില്ല. പിന്നെ അപ്പച്ചനൊക്കെ വയ്യാണ്ടതിന് ശേഷം പിന്നെ അങ്ങനെയൊന്നും ഇല്ല. മാസത്തിൽ അല്ലെങ്കിൽ 2 മാസം കൂടുന്നൊക്കെയാണ് വീടിൻ്റെ മുകളിൽ ചേച്ചിമാരെ കയറ്റി നമ്മൾ ക്ലീൻ ചെയ്യിച്ച് ഒക്കെ താഴേക്ക് ഇറക്കാറ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വെള്ളമൊക്കെ കെട്ടിക്കിടന്ന് കുറേ ദിവസം കെട്ടിക്കിടക്കുമ്പോഴാണ് അവിടുത്തെ സിമെൻറ്റ് ഇതൊക്കെ പോയി അങ്ങനെ ആവണേന്ന് തോന്നുന്നു. പിന്നെ വേറെ വലിയൊരു സംഭവമുണ്ട്. അത് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം 2 പേരെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. വേറെ ഒന്നുമല്ല, ഒരു കമൻറ്റ് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു പേര് ഞാൻ മറന്നുപോയി. കമാൻഡറോ അങ്ങനത്തെ പറഞ്ഞിട്ടൊരു പേരാണ്. ആള് ഒരു പ്രാവശ്യം കമൻറ്റ് ചെയ്തു.
നിങ്ങൾ പട്ടീനെ കൂടിൻ്റെ ഉള്ളിൽ പൂട്ടിയിടണ്, ചങ്ങലയം ഇട്ടേക്കണ്, നിങ്ങൾ പട്ടീനെ തുറന്നു വിടുന്നില്ല, അവന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വലിയ കമൻറ്റ് ഇട്ടുണ്ടായി. എനിക്ക് പകുതി മനസ്സിലായില്ല. അപ്പോൾ അതിനെ ഓൾറെഡി റിപ്ലൈ കൊടുത്തു, നമ്മളിങ്ങനെയാണ് ചെയ്യണമെന്നുള്ള ഇതിൽ. അപ്പോൾ ഇന്നലെ വീണ്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ടായി, ഈ റിപ്പീറ്റ് കമൻറ്റിനെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കറിയാം പട്ടിക്ക് ഞങ്ങളെ അറിയാമെന്നൊക്കെ പറഞ്ഞ് വീണ്ടും റിപ്ലൈ കൊടുത്തു. എന്നിട്ടും ആളെ വേറെ എന്തൊക്കെയോ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നി ആളെ ബ്ലോക്ക് ചെയ്യാൻ. ഞാനങ്ങനെ ആളെ പിടിച്ച് ബ്ലോക്ക് ചെയ്തു. കാരണം നമ്മൾ മുമ്പ് പല വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ജോണിനെ ചങ്ങലേമ ഇട്ടേക്കണേന്ന് കൂടിൻ്റെ ഉള്ളിൽ. അല്ലെങ്കിൽ അവൻ നമ്മുടെ താറാവിനെയും ഇവരൊക്കെ പിടിച്ച് തിന്നു. നമ്മൾ രാവിലെ പോണ നേരത്ത് അവരൊക്കെ തുറന്നു വിടുന്നുണ്ട്. ഞാൻ രാവിലത്തെ സമയം മാക്സിമം ഷൂട്ട് ചെയ്യാറില്ല. കാരണം മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ ജോണിനെ ആരെയൊക്കെ കുളിപ്പിച്ചപ്പോൾ പലരും പറഞ്ഞിരുന്നു കാണാൻ താല്പര്യമില്ല അങ്ങനത്തെ വീഡിയോ ഒന്നും. അപ്പോൾ നമ്മളവരോട് അതിന് ശേഷം ഞാൻ അവരെ കുളിപ്പിക്കണമെന്നോ അങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ രാവിലത്തെ മോർണിംഗ് ടൈം നമ്മൾ ഫാം വിസിറ്റ് ചെയ്യണ കാര്യം ഒന്നും ഒരു വീഡിയോയിൽ ഞാൻ ഏതൊരു വീഡിയോയിൽ കാണിച്ചു എന്നുള്ളതല്ല വേറൊരു വീഡിയോയിൽ നമ്മൾ കാണിക്കാറില്ല. അപ്പോൾ ഞാനതൊക്കെ അയാളുടെ റിപ്ലൈ കൊടുത്തിരുന്നു, പക്ഷേ ആളതൊന്നും അക്സെപ്റ്റ് ചെയ്യണ്ടായില്ല. അപ്പോൾ ആളെ ഞാൻ പിടിച്ച് ബ്ലോക്ക് ചെയ്തു. പിന്നെ രണ്ടാമത് ഒരു ചേച്ചി 2-3 ദിവസം മുമ്പ്, 2 ദിവസമല്ല ഒരു 5-6 ദിവസം വീഡിയോ ഇടാൻ നിർത്തിയ ഒരു സമയത്ത് കമൻറ്റ് ചെയ്തിരുന്നു, വൈഡ് വ്ളോഗ്സിന് അല്ല ഒരു റിയൽ ലൈഫിന് റീച്ച് കൂട്ടാനായിട്ട് വ്യൂസ് കൂട്ടാൻ വേണ്ടിയല്ലേ വൈഡ് വ്ളോഗ്സ് നിർത്തിയേക്കണേന്ന്. അപ്പോൾ അന്ന് ഞാനത് ഓൾറെഡി പറഞ്ഞിരുന്നു, ചേച്ചി അതിനല്ല, അവൾക്ക് അവിടെ വീഡിയോ ഇടാൻ പറ്റണില്ല, പിള്ളേരുടെ കൂടെ കളിക്കില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവൾക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ അതിന് മുമ്പേ വീഡിയോ ഇടാനുണ്ടായി, ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ആൾ അതിനൊന്നും മറുപടി തന്നില്ല, വീണ്ടും വിട്ടു. അതിന് വീണ്ടും അടുത്ത വീഡിയോൻ്റെ ഇടയിലൊന്നും വീണ്ടും സെയിം കമൻറ്റ് ഇട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. ഇപ്പോൾ ഇന്നലെ വീണ്ടും വന്ന് ഇത് എന്നെ റിപ്പീറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ ആൻസർ കൊടുത്ത ഇതാണ്. വീണ്ടും ആളിങ്ങനെ ചോദിക്കുന്നത്. എനിക്ക് എന്തോ മാനസികമായിട്ട് അങ്ങനെ കാണുമ്പോൾ ഭയങ്കര നെഗറ്റീവ് ഫീലിംഗ് വരും. വീഡിയോനോട് പറയുന്നത് മൈൻഡ് ചെയ്യേണ്ട എന്ന് പറയും, പക്ഷേ എനിക്കങ്ങനെ മീൻസ് നമ്മൾ എത്ര പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുള്ള അറിയുമ്പോൾ അവർക്ക് നമ്മുടെ വീഡിയോ കാണാൻ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല അവർ. അത് പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആളെയും പിടിച്ച് ഞാൻ ബ്ലോക്ക് ചെയ്തു. ഫുൾ പേരെനിക്ക് ഓർമ്മയില്ല, സുഗന്ധയോ അങ്ങനെ എന്തോ പേരെന്തോ ആയിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്യാം. എന്നാലും എനിക്ക് നിങ്ങളോട് പബ്ലിക്കായിട്ട് പറയണമെന്ന് തോന്നി, അല്ലെങ്കിൽ അതൊരു മാനസിക വിഷമമാണ്. നമ്മളൊരാളെ ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇതിൽ ഇത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. അത്രയും എനിക്ക് ഇറിറ്റേഷൻ വരുമ്പോഴാണ് ഞാൻ അങ്ങനെ പിടിച്ച് ബ്ലോക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചാനലിൽ ചെയ്തിരിക്കുന്ന 2 കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം കമൻറ്റിന് ഞാൻ റിപ്ലൈ തരാറുണ്ട് എല്ലാവർക്കും. പിന്നെ ഇങ്ങനെ ഓരോ കമൻറ്റുകളൊക്കെ വരുമ്പോൾ എനിക്ക് ഇങ്ങനെ റിപ്ലൈ കൊടുക്കാൻ തോന്നുന്നില്ല. അത് മനുഷ്യ സഹജമാണ്. ചിലപ്പോൾ അഹങ്കാരമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. അഹങ്കാരം എന്നല്ല, എനിക്ക് പറ്റണില്ല അങ്ങനെ ചെയ്യാനായിട്ട്. നമ്മൾ ആരെയും വിഷമിപ്പിക്കാൻ, ഇപ്പോൾ ഡോഗ്സിനെ ആയാലും മാക്സിമം അവരെ ഹാപ്പി ആക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അല്ല അവരെ കൂട്ടിൽ പിടിച്ച് കിട്ടിയിട്ട് എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ മാക്സിമം അവർക്ക് ഫ്രീഡം കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ നമ്മുടെ വീടിന് അവിടെ കോമ്പൗണ്ട് വാളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ കോഴി ശരിക്കും പട്ടികൾക്ക് വേണ്ടിയാണ് ആ ഗ്രില്ല് അടിച്ചിട്ടുണ്ടായതെന്ന്. അവിടെയാണ് നമ്മൾ തുറന്ന് വിടാറ്. അതിപ്പോഴും ചെയ്യുന്നുണ്ട്. രാവിലെ ഫുൾ ടൈം തുറന്ന് വിടാറുണ്ടായിരുന്നു മുമ്പ്. നിങ്ങൾക്ക് നമ്മുടെ പഴയ വീഡിയോസൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ജോൺ ഫുൾ ടൈം കോഴികളുടെ കൂടെ ആയിരുന്നു. പിന്നെ പുതിയ വാർത്തകൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് മാത്രമാണ് ജോണിനെ പിന്നെ അയച്ചു വേണ്ടായത്. വാർത്തകളെ കടിച്ച് തിന്നാന്ന് പറഞ്ഞാൽ എനിക്കത് വലിയ സന്തോഷമുള്ള കാര്യമല്ല. അത് നമ്മൾ വളർത്തുന്ന പട്ടിയായാലും പുറത്തുനിന്നുള്ള പട്ടിയായാലും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവനെ ചങ്ങലയിൽ ഇട്ടത്. അവനിപ്പോഴായാലും അയച്ചു വിട്ടാൽ അവർ ആ വാർത്തകളെ പിടിക്കും മീൻസ് നമ്മളവിടെ നിൽക്കുമ്പോഴൊന്നും ചെയ്യില്ല. നമ്മളവിടെ നിന്ന് മാറി അപ്പോൾ അവൻ അതിനെ അറ്റാക്ക് ചെയ്തിരിക്കും. ബിങ്കോനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു. ഒന്ന് സമയം കിട്ടിയിട്ട് വേണം. എനിക്ക് ആ കൂടൊക്കെ ഒന്ന് റെഡിയാക്കണ്ട, അവൻ്റെ കുഞ്ഞുകൂട്. പിന്നെ അവൻ്റെ നഖമൊക്കെ കട്ട് ചെയ്യാനുണ്ട്. കാരണം ഇവിടെ വരുമ്പോൾ പിള്ളേരുടെ കൂടെ ഓടുമ്പോൾ നഖമൊക്കെ മേത്ത് കൊള്ളാനുള്ള ചാൻസ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. എന്നിട്ട് വേണം കൊണ്ടുവരാമെന്ന് വിചാരിച്ചേക്കണം. മനു വന്നപ്പോൾ ഗ്രേസ് മാനുവിൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങി. സ്റ്റീവ് വീണ്ടും ഒറ്റപ്പെട്ടു. സ്റ്റീവ് ഇവിടെ 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 ഡാ ഇവിടെ ഇങ്ങോട്ട് വാ. അപ്പം നമ്മുടെ ഇവിടുത്തെ മുകളിലത്തെ പണികളും അങ്ങനെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നേരെ നമ്മുടെ ഫാം ഹൗസിലേക്ക്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഫാം ഹൗസിലെത്തി. അപ്പോൾ ഞാൻ നമ്മുടെ പ്ലാവിൻ്റെ കുറേ ചക്ക ഞാൻ കളഞ്ഞു. ഇനി ഇതുമ്പോൾ കുറേ ഉണ്ട്, കളയാൻ മനസ്സുമില്ല എന്ത് ചെയ്തിട്ടും. അപ്പോൾ ഈ അടിയിലത്തെ ചക്കകളാണെങ്കിൽ വലുതായി തുടങ്ങി. അപ്പോൾ ഇതിന് അടിയിലൊരു സപ്പോർട്ട് വയ്ക്കാൻ വന്നതാ. കാരണം ഈ ചക്ക ഒരു ഇച്ചിരി കഴിയുമ്പോൾ ആ പാത്രത്തിലേക്ക് മുട്ടുമായിരിക്കും. അപ്പോൾ അതിനൊരു ലോഡ് താങ്ങാനായിട്ടൊരു ഇതാവുമല്ലോ. കാരണം ഇതിൻ്റെ കൊമ്പുകൾക്കൊന്നും കനമില്ല, കളയാനായിട്ട് മനസ്സ് വരണമില്ല. കുറേ പേര് പറഞ്ഞു ഒടിച്ച് കളാന്ന്. ഒരു 10-16 എണ്ണം ഞാൻ അതിൽ ഒടിച്ച് കളഞ്ഞു. എല്ലാം കളഞ്ഞിട്ട് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോയാലോ എന്നൊരു സംശയം. അതുകൊണ്ട് അങ്ങനെ നിർത്തിയതാണ്. നമ്മുടെ വാഴകൾക്ക് ഇവിടെ വളം ഇട്ടുകൊണ്ടിരിക്കാണ്ട്. അപ്പം എല്ലാത്തിനും കിടക്കി ഇത്രേശ്ശെ കോഴികളെ കൊണ്ട് ഇടണം. ഇപ്പം മൂടാനുള്ള നേരം ഇല്ല. അപ്പോൾ ഇവരോട് ജസ്റ്റ് കൊണ്ട്
ഇട്ട് എല്ലാത്തിനും കിടക്കി ഇത്തിരി ഇട്ട് വെക്കാൻ പോകണം. പിന്നെ നമ്മൾ സ്പ്രിംഗ്ലർ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നത് എന്തായാലും ഒരു മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്, ഒന്നില്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ. അപ്പം എന്തായാലും അപ്പോഴേക്കും ഇതെല്ലാം റെഡി ആയിക്കോളും. നമ്മുടെ അവിടുത്തെ വളടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഈ മെറ്റലിൻ്റെ ഇടയിൽ കുറേ കുഞ്ഞു പുല്ലുകൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ പുല്ലും ഇങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അത് ശരിക്കും ആ ബോർഡർ കറക്റ്റ് കാണുമ്പോഴാണ് പുല്ലിൻ്റെ ഭംഗി വരുള്ളൂ. അപ്പോൾ അത് ഇവിടത്തൊക്കെ ക്ലീനിങ് കഴിഞ്ഞു. ഇവിടെ ആ ഒരു ലൈനിൽ ശരിക്കും നിൽക്കണം, എന്നാലേ ഭംഗി കിട്ടുള്ളൂ. അപ്പം അതിന് വേണ്ടി അവിടുത്തെ ക്ലീനിങ്ങാണ് ചെയ്യുന്നത്. നമ്മുടെ കോഴികളുടെയും വാത്തകളുടെയും ഡോഗ്സിൻ്റെയും എല്ലാവരുടെയും തീറ്റ കൊടുക്കലും അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ ഇവർ വന്ന കാരണം നേരത്തെ കൊടുത്തു. ഇനി ഇപ്പോൾ ഇവരെ കൊണ്ടാക്കാനായിട്ട് പോകണം. അന്നമ്മനയുടെ നിന്നാണ് ഇവരെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇവരെ കൊണ്ടാക്കാനായിട്ട് പോകണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങൾ. പുല്ല് വെട്ടണം മെഷീൻ ഇവിടെ നിന്ന് എടുത്തിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ നാളെ മറ്റന്നായിട്ട് അവിടുത്തെ പുല്ല് വെട്ടണം, എന്നാലും അവിടെ ഒന്ന് ഭംഗിയാവുള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം കേട്ടോ. ബൈ ബൈ.